ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ മാത്സിലെ 11th ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരാണ് വിത്തിൻ നമ്പേഴ്സ്, സംഖ്യകൾക്കുള്ളിൽ അല്ലേ, നമ്പേഴ്സിനുള്ളിൽ. അപ്പോൾ മക്കൾക്ക് ഇതുവരെയുള്ള ചാപ്റ്റേഴ്സൊക്കെ വേണമെങ്കിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. വേറെ സബ്ജക്റ്റ് വേണമെങ്കിൽ അതും നോക്കുക കേട്ടോ. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മൾട്ടിപ്പിൾസ് അല്ലേ. മക്കളെല്ലാവരും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചതല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫസ്റ്റ് തന്നെ തന്നിട്ടുള്ളത്. സീ ദിസ് ടേബിൾ, ഈ ടേബിൾ നോക്കിക്കേ. ഇവിടെ 1 2 3 9 വരെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്? റോസിലും എഴുതിയിട്ടുണ്ട്, കോളമായിട്ടും എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1 2 3 9 വരെ എഴുതിയ സമയത്ത് ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഹൗ ആർ ദ റോസ് ആൻഡ് കോളംസ് റിട്ടേൺ? വരികളും നിരകളും എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? റോസും കോളംസും എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? എണ്ണൽ സംഖ്യകളാണ് അല്ലേ. അതായത് ദ ഫസ്റ്റ് റോ ആൻഡ് കോളം ഹാസ് ജസ്റ്റ് ദ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സാണ് ഫസ്റ്റ് റോയിലും കോളത്തിലും എഴുതിയിരിക്കുന്നത്. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് റോ ആൻഡ് സെക്കൻഡ് കോളം? അപ്പോൾ രണ്ടാം വരിയിൽ അല്ലേ, സെക്കൻഡ് കോളത്തിലും സെക്കൻഡ് റോയിലും എന്താണ് എഴുതിയിട്ടുള്ളത്? കോളത്തിലും റോയിലും എങ്ങനെയാണ്? 2 4 6 8 10 12 അങ്ങനെയല്ലേ പോണത്. അപ്പോൾ അതെന്താണ്? 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണല്ലേ. പിന്നെ തേർഡ് റോയിൽ എന്താ വരുന്നത്? 3 6 9 അങ്ങനെയല്ലേ. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പേജ് നോക്കാം. ഇവിടെ റെഡ് കളറിൽ അല്ലേ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്ത്? 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. രണ്ടാമത്തെ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഇവിടെ റെഡ് കളറിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പം കണ്ടോ മക്കൾ? അപ്പോൾ ട്വൈസ് ദ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇരട്ടിയാണ്, 2 മടങ്ങാണ് അല്ലേ എല്ലാം വരുന്നത്. 1ൻ്റെ ട്വൈസ് എത്രയാ? 2 ആണ്. പിന്നെ 2ൻ്റെത് 4 ആണ്, 3ൻ്റെത് 6 ആണ്. ആ രീതിയിലാണല്ലേ വരുന്നത്. ഇൻ ദ ലാംഗ്വേജ് ഓഫ് മാത്തമാറ്റിക്സ് വി ഗെറ്റ് ദ നമ്പേഴ്സ് ബൈ മൾട്ടിപ്ലൈയിങ് ദ നമ്പേഴ്സ് 1 2 3 ബൈ 2 അല്ലേ. അതായത് മാത്സിൻ്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ 1 2 3 എന്നീ നമ്പേഴ്സിനെ 2 കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന സംഖ്യകളാണ് അല്ലേ. അതിന് നമ്മൾ പറഞ്ഞതുപോലെ 2ൻ്റെ എന്താണെന്ന് പറയാം? മൾട്ടിപ്പിൾസ് ഓഫ് 2 ആണ് എന്ന് പറയാം. സോ വാട്ട് അബൌട്ട് ദ തേർഡ് റോ ആൻഡ് തേർഡ് കോളം? തേർഡ് റോയിലും കോളത്തിലും എന്താ പ്രത്യേകത? മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ് അല്ലേ. ബൈ ദ മൾട്ടിപ്പിൾസ് ഓഫ് എ നാച്ചുറൽ നമ്പർ വി മീൻ ദ നമ്പേഴ്സ് ഗോഡ് ബൈ മൾട്ടിപ്ലൈയിങ് 1 2 3 ബൈ ദാറ്റ് നമ്പർ. അതായത് ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്? 1 2 3 എന്നീ നമ്പേഴ്സിനെ ആ ഒരു 2 എന്ന നമ്പേഴ്സ് കൊണ്ട് അല്ലേ പിന്നെ മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്നതാണ്. Thus we can say that in our table numbers in the second row are multiples of 2. അപ്പോൾ സെക്കൻഡ് റോയിലുള്ളത് ഏതാണ്? മൾട്ടിപ്പിൾസ് ഓഫ് 2 ആണ്. തേർഡ് റോയിൽ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. ഫോർത്ത് റോയിൽ മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റോയിലോ മൾട്ടിപ്പിൾസ് ഓഫ് 1 ആണ്. 1 × 1 1 × 2 അങ്ങനെയല്ലേ. അപ്പോൾ ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും ഭാഗം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ എനി നാച്ചുറൽ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1 ഈസ് ഇറ്റ്. അങ്ങനെയെങ്കിൽ ഏത് നാച്ചുറൽ നമ്പറും 1ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. ഈസ് 48 എ മൾട്ടിപ്പിൾ ഓഫ് 6? അപ്പോൾ ഏത് നാച്ചുറൽ നമ്പേഴ്സ് ആയാലും 1ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അത് റെഡിയല്ലേ? അപ്പോൾ 48 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 6 അല്ലേ. 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ മക്കൾ ഫസ്റ്റ് തന്നിട്ടുള്ള ആ ഒരു ടേബിൾ നോക്കിക്കേ. അതിൽ 48 കാണുന്നുണ്ടല്ലേ 6ന് നേരെ. അപ്പോൾ എന്താണ് 6ൻ്റെ 8ാമത്തെ എങ്ങനെയാണ്? ദ 8th നമ്പർ ഇൻ ദ റോ 6th റോ ഈസ് 48 അല്ലേ. അപ്പോൾ 8 × 6 എത്രയാണ്? 48 ആണ്. ഹൗ അബൌട്ട് എ ബിഗ്ഗർ നമ്പർ? ഇനി കുറേ കൂടി വലിയ സംഖ്യ ആയാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിൻ്റെ ഗുണിതമാണോന്ന്, അതിൻ്റെ മൾട്ടിപ്പിൾ ആണോന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫോർ എക്സാമ്പിൾ ഈസ് 102 എ മൾട്ടിപ്പിൾ ഓഫ് 6 അല്ലേ. 102 എന്നത് 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് കുറച്ച് പാടുണ്ടല്ലേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ 102നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി.
ഇവിടെ ചിത്രത്തിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് ഞാൻ വേറെ എഴുതുന്നില്ല കേട്ടോ. 102നെ ആദ്യം എന്താണ് 6 കൊണ്ട് അല്ലേ, 6 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എത്ര 6 ഉണ്ട് 102ൽ നിന്ന്. അപ്പോൾ ഏകദേശം ഒരു റൗണ്ട് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന സിമ്പിളായിട്ടുള്ള റൗണ്ട് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ 10 വെച്ചിട്ട് ആദ്യം ചെയ്യുന്ന സമയത്ത് 10 × 6 എത്രയാ, 60 ആണ്. പിന്നെ അത് മൈനസ് ചെയ്യുക, 102ൽ നിന്നും 60 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്, 42 ആണ്. 42ൽ പിന്നെ എത്ര 6 ഉണ്ട്, ഏകദേശം 5 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 × 6 30 ആണ്. പിന്നെയും മൈനസ് ചെയ്യുക, 42ൽ നിന്നും 30 മൈനസ് ചെയ്യുമ്പോൾ 12 കിട്ടുന്നുണ്ട്. 12ൽ എത്ര 6 ഉണ്ട്, 2 × 6 ആണ് അല്ലേ, 12 അവിടെ സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ 8 എന്നാണ് എഴുതിയിട്ടുള്ളത്, അപ്പോൾ അത് 2 ആക്കുക. അപ്പോൾ എത്രയാണ്, അപ്പോൾ ബാക്കി 0 വരുന്നുണ്ട്. അപ്പോൾ 102 ഡിവൈഡ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, സൈഡിലുള്ള നമ്പേഴ്സ് കൂട്ടുക, 10ഉം 10 + 5 + 2 എത്രയാ, 17 ആണ് കേട്ടോ. അതായത് 102 എന്ന് പറയുന്നത് 17 × 6 ആണെന്ന് നമുക്ക് മനസ്സിലാവും. എത്ര 6 ആണെന്നുള്ളത് 17 × 6 ആണ്. സോ 102 ഈസ് ഇൻഡീഡ് എ മൾട്ടിപ്പിൾ ഓഫ് 6 അല്ലേ, 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി we observe another fact from this computation. Since 102 equal to 6 × 17, the number 102 is also a number of 17. അതായത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് മറ്റൊരു കാര്യവും കൂടെ കാണാം. എന്താണ്, 102 is equal to എത്രയാണ്, 6 × 17 ആണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, 17ൻ്റെയും മൾട്ടിപ്പിൾ ആണ് അല്ലേ, 6ൻ്റെയും മൾട്ടിപ്പിൾ ആണ്, 17ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 268 അല്ലേ, 268 ആണ്. നമ്മൾ 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം, മൾട്ടിപ്പിൾ ഓഫ് 6 ആണോ എന്ന്. അപ്പോൾ മുകളിൽ 6 എഴുതിയിട്ടുണ്ട്, താഴെ നമുക്ക് എന്തറിയാം, 10 6 60 ആണ്. അപ്പോൾ 26 എത്രയാണ്, അതിൻ്റെ ഡബിൾ അല്ലേ, ഇരട്ടിയാണ്. എത്രയാ, 120 ആണ്. അപ്പം നമ്മൾ ഏകദേശം ആ ഒരു നമ്പറിനോട് അടുത്തെത്തുന്ന രീതിയിൽ അങ്ങോട്ട് എഴുതുകയാണ് കേട്ടോ. ഇവിടെ ഇനി 10 ചെയ്തിട്ട് അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ 6 എത്രയാണ്, 120 ആണ്. അപ്പോൾ മൈനസ് ചെയ്യുന്ന സമയത്ത് 148 കിട്ടുന്നു. അപ്പോൾ വീണ്ടും 26 അല്ലേ, 120 അല്ലേ 20 × 6 വരുന്നത്. അപ്പോൾ താഴെ അത് എഴുതുന്നു, മൈനസ് ചെയ്യാണ്. അപ്പോൾ 28 കിട്ടുന്നു. 28ൽ എത്ര 6 ഉണ്ട്, 4 × 6 24 ആണ്. അപ്പോൾ ബാക്കി എത്ര വരുന്നു, റിമൈൻഡർ 4 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, 6ൻ്റെ മൾട്ടിപ്പിൾ അല്ല, മൾട്ടിപ്പിൾ ഓഫ് 6 അല്ല അല്ലേ, 268. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്ക് അവിടെ എന്തെഴുതാം, 44 ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. എങ്ങനെ, 20 + 20 + 4 44 ആണ്. 44 × 6 എന്ന് പറയുന്നത് എത്രയാണ്, ഈ റിമൈൻഡർ ആയിട്ടുള്ള 4 കുറച്ചിട്ടുള്ള കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ 268ൽ നിന്നും 4 കുറയ്ക്കുമ്പോൾ 264 ആണ് അല്ലേ. അപ്പം നമുക്ക് 44 × 6 + 4 ആണ് എന്ത്, 268. ഓക്കെ അല്ലേ. അങ്ങനെയെങ്കിൽ 268 ഈക്വൽ ടു 44 × 6 + 4 അല്ലേ. ദാറ്റ് ഈസ് 268 ഈസ് ലാർജർ ദാൻ 44 × 6 അല്ലേ. 4 കൂടെ കൂട്ടിയാൽ പ്ലസ് ചെയ്താൽ മാത്രമാണ് 268 കിട്ടുക. അപ്പോൾ എന്താണ്, 44 × 6-നേക്കാട്ടിലും ലാർജറാണ് എന്ത്, 268 അല്ലേ. 4 ലാർജർ ആണല്ലേ. സ്മോളർ ദാൻ ഏതിൻ്റെയും സ്മോളർ ചെറുതാണ്, 45 × 6-നേക്കാട്ടിലും ചെറുതുമാണ്, സ്മോളുമാണ് അല്ലേ. സോ 268 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 6. അങ്ങനെയെങ്കിൽ 6ൻ്റെ മൾട്ടിപ്പിൾ അല്ല ഏത്, 268. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു സംഖ്യേനെ അതിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നെങ്ങനെ പൊതുവായിട്ട് പരിശോധിക്കുന്നത് എങ്ങനെയാണ്, ഇഫ് എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ അനദർ നമ്പർ, ദ ഫസ്റ്റ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ദ സെക്കൻഡ് നമ്പർ. ഇഫ് ദർ ഈസ് എ റിമൈൻഡർ ഓൺ ഡിവിഷൻ, ഇറ്റ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ അല്ലേ. ഒരു സംഖ്യയെ ഒരു നമ്പർ കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ, റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ
എന്താണ് ആദ്യത്തെ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിൻ്റെ എന്താണ് മൾട്ടിപ്പിൾ ആണ് അല്ലേ. മിച്ചം വന്നാലോ റിമൈൻഡർ വന്നാൽ അത് മൾട്ടിപ്പിൾ അല്ല. റിമൈൻഡർ ഇല്ല, 0 ആണ് റിമൈൻഡർ എങ്കിൽ അത് മൾട്ടിപ്പിൾ ആണ്. നമ്പേഴ്സ് വേറെ റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ അല്ല. മനസ്സിലായോ? ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നൗ ഈച്ച് പെയർ ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ ചെക്ക് വെദർ ദ ഫസ്റ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ദ സെക്കൻഡ്. അപ്പോൾ ചുവടെയുള്ള എന്താണ് നമ്പേഴ്സിൻ്റെ പെയർ ഓഫ് നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിലും ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യന് 7 and 91 ആണ്. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഡിവൈഡ് ചെയ്ത് നോക്കാം. 2 രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മക്കൾക്ക് എളുപ്പമുള്ളത് ചെയ്യാം. ആദ്യം ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 91 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അതിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എളുപ്പത്തിന് എന്ത് ചെയ്യുക? ഈ ഫസ്റ്റ് നമ്പർ എടുക്കുക. ഇത് 9 അല്ലേ. അപ്പോൾ 7 9ൽ എത്ര 7 ഉണ്ട്? 1 7 എത്രയാണ്? അത് ഇവിടെ 7 ബൈ ഇനി 9 7 പോകുന്ന സമയത്ത് 2 അല്ലേ. ഇനി അടുത്ത 1 ഇറക്കിയിടുക. ഇനി 21ൽ എത്ര 7 ഉണ്ട്? 1 × 7 7, 2 × 7 എത്രയാ? 14, 3 × 7 21. അപ്പം എത്രയാണ് റിമൈൻഡർ വരുന്നത്? 0. അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം 91 എന്നത് 7ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പം നമുക്ക് ടെക്സ്റ്റിൽ കാണിച്ച രീതിയിൽ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 91 ഇവിടെ എഴുതുന്നു. താഴേക്ക് കുറച്ച് നീട്ടിയിട്ട് ലൈന് വരയ്ക്കുക. മുകളിലാണ് 7 എഴുതേണ്ടത്. ഇനി എത്ര 7 ഉണ്ട് 91ൽ എന്ന് നോക്കുക. എത്ര 7? ഏകദേശം 10. 7 എത്രയാ? 70. ബാക്കി 2 1. 21ൽ എത്ര 7 പോകും? അപ്പം അതിവിടെയാണ് എഴുതേണ്ടത്. 3 7 ആണ് 21. അപ്പം റിമൈൻഡർ 0. അപ്പോൾ ഈ 10ഉം 3ഉം പ്ലസ് ചെയ്യുക. അപ്പോൾ 13 അല്ലേ. 13 × 7 ആണ് 91. അപ്പം നമുക്കിതിൽ എന്ത് പറയാം? ഈ 91 എന്നത് 7ൻ്റെയും മൾട്ടിപ്പിൾ ആണ്, 13ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ 9 127 ആണ്. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. 127 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ എങ്ങനെ ചെയ്യാം? 1ൽ 9 പോവില്ല. അപ്പോൾ 12ൽ എത്ര 9 ഉണ്ട്? 1 9. അപ്പോൾ 12 മൊത്തമായിട്ട് എടുക്കുന്ന സമയത്ത് 12ൻ്റെ മുകളിലായിട്ടാണ് 1 ഇടേണ്ടത്. അപ്പോൾ 1 9 9. അപ്പോൾ ഇവിടാണ് ഈ 9 ഇട്ടത്. മൊത്തം എടുക്കുന്ന സമയത്ത് ഇത് ഈ നമ്പർ മാത്രമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ താഴെയാണ് നമ്പർ ഇടേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ. എന്നിട്ട് വരയ്ക്കുക. 12 നിന്ന് 9 പോയാൽ എത്രയാണ്? 3 ആണ്. അപ്പോൾ 3ൽ 9 പോകില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക? 7 ഇറക്കിയിടുക. പിന്നെ 9 എത്ര 9 ഉണ്ട് 37ൽ? 1 × 9 9. പിന്നെ എത്രയാ? 2 9 18. 3 9 എത്രയാണ്? 27. പിന്നെ 4 9 36 അല്ലേ. അല്ലേ? അപ്പോൾ റിമൈൻഡർ എത്ര വരും? 1 വരും. അപ്പോൾ നമുക്കിതിൽ എന്ത് മനസ്സിലാക്കാം? 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല 126 അല്ലേ. എത്രയാണ് അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിള്? ഇവിടെ റിമൈൻഡർ 1 കിട്ടിയത് കൊണ്ട് തന്നെ ഇതിൽ നിന്നും 1 പോയാലാണ് 9ൻ്റെ മൾട്ടിപ്പിൾ വരിക. അപ്പോൾ എത്രയാ? 126 ആണെങ്കിൽ 9ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പം നമുക്കിവിടെ എന്ത് പറയാം? അതിന് മുമ്പായിട്ട് മറ്റേ രീതിയിലും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കാം. 127 ഇവിടെ 9. ഇനി എത്ര 9 ഉണ്ട്? 10 9 എത്രയാ? 90 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 10 എഴുതാം. 90 7ന്ന് 0 പോയാൽ 7, 12ന്ന് 9 പോയാൽ 3. വീണ്ടും 37 കിട്ടിയിട്ടുണ്ട്. 37ൽ എത്ര എണ്ണം ഉണ്ട്? 4 9
36. അപ്പോൾ റിമൈൻഡർ 1. അപ്പോൾ സെയിം അല്ലേ ഇവിടെ 10 പ്ലസ് ചെയ്യുന്നതാണ് ഇവിടെ മുകളിൽ കിട്ടുന്ന സംഖ്യ. മനസ്സിലായോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 9 × 14 പ്ലസ് 1 ആണ് 127 അല്ലേ? 9 × 14 എന്ന് പറയുന്നത് 126 ആണ്. അപ്പം അതിലേക്കൊരു +1 ആണ് എന്ത്? 127. അതുകൊണ്ട് തന്നെ ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ അടുത്തത് 12ഉം 136ഉം ആണ്. അപ്പോൾ 136 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്പറിൽ പോകൂല, രണ്ട് നമ്പറും കൂടെ എടുക്കുക. അപ്പോൾ എത്ര? 13 ആയി. 13ൽ എത്ര 12 ഉണ്ട്? 1 12. ഇനി 13 12 കുറയ്ക്കുമ്പോൾ 3 2 കുറയ്ക്കുമ്പോൾ 1 ആണ് ഇവിടെ 0. അപ്പോൾ അത് എഴുതണ്ട, 6 ഇറക്കിയിടുക. ഇനി 16ൽ എത്ര 12 ഉണ്ട്? അതും 1 ആണ്. 1 12 ആണ്. ബാക്കി 4 ആണ് അല്ലേ? അപ്പോൾ റിമൈൻഡർ 4 ആണ്. അപ്പോൾ മറ്റേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. 136 12. അപ്പോൾ എത്ര 12 ഉണ്ട്? 10 12 എത്രയാ? നമുക്കറിയാം, ഒരു നമ്പറിൻ്റെ കൂടെ 10നെ ഗുണിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ 120 ആണ്. ഇനി ഇവിടെ എത്ര കിട്ടുന്നുണ്ട്? 16. 16ൽ എത്ര ഉണ്ട്? 112 ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ 4 ആണ് ഇവിടെയും റിമൈൻഡർ ആയിട്ട് വരുന്നത്. അപ്പോൾ 10 + 1 അത് തന്നെയാണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് 12ൻ്റെ എന്താണ്? മൾട്ടിപ്പിൾ ആണോ 136? അല്ല അല്ലേ? 4 ആഡ് ആയിട്ടുണ്ട്. 4 അതിൽ നിന്ന് കുറച്ചാൽ മാത്രമേ ഉള്ളൂ ആ ഒരു 12ൻ്റെ മൾട്ടിപ്പിൾ ആവുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 12 × 11 + 4 ആണ് എന്ത്? 136. അതായത് ഈ 4 കുറച്ചാലാണ് 12 × 11ൻ്റെ ആൻസർ കിട്ടുക. അപ്പോൾ 4ൽ നിന്ന് കുറയ്ക്കുമ്പോൾ എത്രയാണ്? 132 ആണെങ്കിൽ എന്താണ്? 132 ആണെങ്കിൽ 12ൻ്റെ എന്താണ്? മൾട്ടിപ്പിൾ ആണ് കേട്ടോ. അടുത്തത് 15 225. അപ്പോൾ 15ൻ്റെ മൾട്ടിപ്പിൾ ആണോ 225 എന്ന് നമുക്ക് നോക്കാം. അപ്പം അതിന് നമ്മൾ 225നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 22ൽ 115 ആണ് അല്ലേ ഉണ്ടാവുക? അപ്പോൾ ഇനി കുറയ്ക്കുമ്പം ഇവിടെ നിന്ന് 1 ഇങ്ങോട്ട് എടുക്കുക. 12 നിന്ന് എത്രയാ? 5 മൈനസ് ചെയ്താൽ 7 ആണ്. പിന്നെ 5 ഇറക്കി എഴുതുക. 75ൽ എത്ര 15 ഉണ്ട്? 115. 1 × 15 എത്രയാ? 15 ആണ്. 2 × 15 എത്രയാ? 30 ആണ്. 3 × 15 45. 4 × 15 60. 5 × 15 75 അല്ലേ? അപ്പോൾ 5 × 15 ആണ് എന്ത്? 75. അപ്പോൾ 5 × 15 75. അപ്പോൾ റിമൈൻഡർ എത്ര? 0. അപ്പോൾ എന്താണ്? 15ൻ്റെ മൾട്ടിപ്പിൾ ആണ് 225 നമുക്കിവിടെ കിട്ടി. അതായത് എങ്ങനെയാണ്? അതിന് നമുക്ക് മറ്റേ ഒരു രീതിയിലും കൂടെ ചെയ്ത് നോക്കാം. 225 ഡിവൈഡഡ് ബൈ 15. അപ്പോൾ എത്ര? ഒരു 10 എഴുതാം. 10 15 എത്ര? 15ൻ്റെ കൂടെ 0 ഇട്ടാൽ മതി അല്ലേ? 150. പിന്നെ ബാക്കി എത്ര വരും? 75. 75ൽ എത്ര 15 ആണ്? 75 എത്രയാണ്? 515 ആണ് 75. അപ്പോൾ റിമൈൻഡർ 0. 10 + 5 അല്ലേ? അതാണ് 15 ഇവിടെ. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? 15 × 15 = 225 ആണ് അല്ലേ? 25 ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അത് മൾട്ടിപ്പിൾ ആണ്. 15ൻ്റെ മൾട്ടിപ്പിൾ ആണ് 225. മനസ്സിലായില്ലേ?
അപ്പോൾ മക്കളെ ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് പെട്ടെന്ന് തന്നെ ഇടാം. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.